ഹായ് ഓൾ, നിങ്ങളിതാ 7th നിന്ന് 8th വന്നതാ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണോ? അപ്പൊ നിങ്ങളുടെ ഒരു കൺസേൺ ആയിരിക്കും, ഓക്കെ ഇംഗ്ലീഷ് ഗ്രാമർ എങ്ങനെ പഠിക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും അല്ലേ. നീ നൗൺ വെച്ച് തുടങ്ങ്, ടെൻസ് വെച്ച് തുടങ്ങ്, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഓക്സിലറി വെർബ്സ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്സ് വരുന്നുണ്ട്, എന്തൊക്കെയോ പഠിക്കാനുണ്ട്. അങ്ങനത്തെ കെയോസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും മാറ്റി വെക്കുക. ഈസി ആയിട്ട് 4 സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക് ഗ്രാമർ സിമ്പിൾ ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ഗ്രാമറിൽ സത്യമാണ് ഒരുപാട് കോൺസെപ്റ്റ്സ് വരാൻ പോകുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷിലെ എക്സാംസിന്. പക്ഷെ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? സ്റ്റെപ്പ് നമ്പർ 1 ഇസ് ഡെയിലി പ്രാക്ടീസ്. എങ്ങനെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് കൊണ്ട് ഈസി ആയിട്ട് ഗ്രാമർ പഠിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഡെയിലി ബേസിസിൽ ഒരു 20 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാണ്. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? അതെ. അപ്പൊ നമ്മുടെ ഏഗൻ മാവൽസിൽ ഡെയിലി ബേസിസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ മാത്രം ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മാവൽ ബാച്ചിലുള്ളവർക്ക് അറിയാം നമ്മുടെ ഗ്രാമർ വീഡിയോസ് വരാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഒക്കെ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻസ് വരാം. ഇനി ഹാൻഡ് ബെറ്റർ ആയിക്കോട്ടെ, നമുക്ക് ആകെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു 5 മിനിറ്റ്സിന്റെ ആവശ്യമുള്ളൂ. ടെൻസ് ആയിക്കോട്ടെ, ടെൻസ് ആണ് ആർക്കും വലിയ ആൾക്കാർക്ക് പോലും മനസ്സിലാവാത്ത സംഭവങ്ങൾ നമ്മളിതാ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡെയിലി പ്രാക്ടീസ്. ഓക്കെ. സെക്കൻഡ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. മേ ബി നിങ്ങൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പറഞ്ഞു കേൾക്കുമ്പോൾ. ബട്ട് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ. നമ്മൾ ദ മിസ്റ്റീരിയസ് പിക്ചറിനെ ലൈൻ ബൈ ലൈൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അതിൽ കുറെ ഫ്രേസൽ വെർബ്സ് ഉണ്ട്, കുറെ പ്രപ്പോസിഷൻസ് ഉണ്ട്, കുറെ റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. അപ്പൊ ഇതിനെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പോവാണ്, സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ റീഡിങ് ആക്ച്വലി ഹെൽപ്സ് യു എ ലോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വി ആർ ഗോയിങ് ടു പ്രാക്ടീസ് ഇറ്റ് ഡെയിലി. രണ്ടാമത്തേത് വി ആർ ഗോയിങ് ടു ഡു എ തറോ റീഡിങ്. ഓക്കെ. ടോട്ടൽ ആയിട്ട് നമ്മൾ അരിച്ചു പെറുക്കി നമ്മുടെ ടെക്സ്റ്റിനെ വായിച്ചു നോക്കിയിട്ടേ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താ? ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഓക്കെ. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് is to use that word in a sentence, അല്ലെങ്കിൽ use that grammatic structure in a sentence എന്നുള്ളതാണ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് നമ്മുടെ ഗ്രാമർ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളിപ്പോൾ ലാംഗ്വേജ് പഠിക്കാമെന്ന് വിചാരിക്കാം. മാം എനിക്ക് ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് ഇല്ല, മാം എനിക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പഠിക്കണം, അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? യെസ്, നമ്മളിപ്പോൾ ഞാൻ മിസ്റ്റീരിയസ് പിക്ചറിന്റെ കാര്യം പറഞ്ഞു. അതിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. അതിലൊരു വേർഡ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അത് മലയാളത്തിൽ യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ നമ്മൾ ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ വലിക്കുക. അപ്പൊ നമ്മൾ ഈ വലിക്കുക എന്നുള്ള ഡ്രാഗ് ചെയ്യുക എന്നുള്ള ഒരു സംഭവത്തെ മലയാളത്തിൽ പറയാം. ഓ, അത് ഡ്രാഗ് ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ വരും? നിങ്ങൾ പതിയെ കൂടുതൽ വേർഡ്സ് മലയാളത്തിന് പകരം ഇംഗ്ലീഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ. അപ്പൊ 3 സ്റ്റെപ്സ് ആയി. എന്തൊക്കെയാണ്? നമ്മൾ ഡെയിലി പ്രാക്ടീസ് ആയി, നമ്മൾ റീഡിംഗ് ആയി, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്റെ യൂസേജ് ആയി. ആൻഡ് 4th വൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാം. ഓക്കെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക, കുറെ പാട്ടൊക്കെ കേൾക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ കുറച്ചുകൂടെ മനസ്സിലാവാൻ തുടങ്ങും. അപ്പൊ മിസ്സേ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് വീഡിയോസ് കാണണോ അല്ലെങ്കിൽ ഞാൻ പോയി പാട്ട് കേൾക്കണോ? ഒരു പ്രശ്നമില്ല. നിങ്ങൾ ചില്ലായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ കുറച്ച് സമയം നിങ്ങൾ ഫുൾ ഫണ്ണാക്കിയിട്ട് തന്നെ എടുത്തോളൂ. കാരണം ബാക്കി ടൈമിൽ നമ്മൾ ഏഗൻ മാവൽസിൽ സൂപ്പർ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പോവാണ്. അപ്പൊ ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ടൈം ഉണ്ട്, ലേറ്റ് ആവരുത്, ഓടി വന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷിൽ ഇത്തവണ ഗ്രാമറിൽ മാത്രമല്ല ഫുൾ ലാംഗ്വേജിൽ നമ്മൾ ഫുൾ മാർക്സ് വാങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ആൻഡ് ഗ്രാമർ പഠിക്കാൻ വേണ്ടി വേഗം പോരുക.